ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീ ക്ലാസ്സിൻ്റെ ഡേ 1 പാർട്ട് 2 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ട സാധനങ്ങൾ സാറ്റിൻ ബോ. ഞാനിപ്പോൾ ഇതേപോലുള്ള സാറ്റിൻ ബോയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ചെയിൻ ഇതാ ഇതുപോലുള്ള ചെയിനാണ് എടുത്തിട്ടുള്ളത്. സിൽവർ ചെയിനാണ് നിങ്ങളിങ്ങനെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് 1 ഡേ ചെയിനൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് സാറ്റിൻ ബോ, ജംഗ് റിങ്സ്, ചെയിൻ ഹുക്ക്, എസ്കുളത്ത്. അപ്പോൾ നമ്മളിന്ന് റിബൺ കൊണ്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിബൺ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള മുട്ട് സൂചി കുത്തി വെക്കുകയാണെങ്കിൽ റിബൺ പോവാതെ നല്ല വൃത്തിയിൽ നമുക്ക് നിൽക്കും. ഫുള്ള് അത് ഇളകി പോവാതെ നല്ല വൃത്തിയിൽ നിൽക്കും. ഇനി നമുക്ക് ഈ റിബണ് ഒരു ചെറിയ പീസ് എടുക്കാം. ഇപ്പോൾ കമ്മലിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് എടുക്കാം. ഈ പീസ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ഐറ്റംസൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ് വരുന്നത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിൽ തന്നെ ആകുമ്പം ചിലപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികൾ അടക്കം ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സിൽ പോലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒരുപാട് ചെറിയ കുഞ്ഞു മക്കളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആക്കാൻ പറ്റുന്ന രീതിക്കുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗവും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തിൻ്റെ മുകളിലായിട്ട് മറ്റേ സൈഡ് വരണം. ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ഇളകി വരും. ഇനി നമ്മൾ സൂചിയും നൂലും എടുത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതൊന്ന് മുകളിലോട്ടേക്കും താഴോട്ടേക്കും സൂചി പോകുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഇതൊരു ലോക്കറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഐറ്റം പഠിക്കുമായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് കിട്ടും. ഓരോരോ കുട്ടികളും വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് ആക്കാറുണ്ട്. ചിലവരൊക്കെ അവരുടെ ഐഡിയാസും കൂടി അതിലേട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ആക്കാറുണ്ട്. അപ്പം ഓരോന്നും വ്യത്യാസമായിരിക്കും. നമ്മുടെ ക്ലാസ്സിലെ ചെറിയ മക്കളൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ ഭയങ്കര രസമാണ്. അവരൊക്കെ അത്രയും അതിന് വേണ്ടിയിട്ട് എഫക്റ്റ് എടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ എന്താക്കാം, 2 or 3 കെട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്ത ശേഷം നമ്മുടെ ബോൻ്റെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മൾ ലോക്കറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതൊന്ന് അതൊന്ന് ഷേപ്പൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. 2-3 കെട്ട് നല്ല ടൈറ്റാക്കി കൊടുത്ത ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ കെട്ടുന്ന ടൈമിൽ ചിലപ്പോൾ അത് ഷേപ്പ് ഇല്ലാത്ത പോലെ തോന്നും, പക്ഷെ എല്ലാം നമ്മളത് കെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഏതളവിലാണോ വേണ്ടത് ആ അളവിലൊന്ന് റിബൺ മുറിച്ചെടുക്കുന്നു, സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു, ഇതുപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുന്നു. നന്നായിട്ട് കെട്ടിയ ശേഷം നമ്മൾ അതിലോട്ടേക്ക് ജംഗ് റിങ്സ് ഇടുന്നു, കമ്മൽ ഹുക്ക് ഇടുന്നു, ഒരു സ്റ്റോണ് ഒട്ടിക്കുന്നു. ഇത്ര മാത്രമേ വരുന്നില്ല, അപ്പോൾ തന്നെ കമ്മലായിട്ട് മാറും. ഇനി നമ്മളിത് കെട്ടിയ ശേഷം ഇതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ജംഗ് റിങ്സ് എടുത്തിട്ടുണ്ട്. ജംഗ് റിങ്സിന് നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് അകത്തി കൊടുക്കാം. നമ്മൾ ഈ ജംഗ് റിങ്സൊക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ നോസ് പ്ലെയർ ഉപയോഗിക്കുന്നതാണ്. നമുക്കത് അകത്താൻ വല്ല ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ നമ്മൾ അത് ടൈറ്റാക്കുന്ന ടൈമിൽ നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയും ടൈറ്റായിട്ട് നിൽക്കാറില്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ
ജെങ്ക്രിങ്സിന് നോസ് പ്ലെയറിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ആ നൂലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ജെങ്ക്രിങ്സ് ഇട്ട് കൊടുക്കുന്നു. ജെങ്ക്രിങ്സിലോട്ടേക്ക് നമ്മൾ കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി കമ്മൽ ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ